ശബരിമല ദർശനത്തിനായി തീർത്ഥാടകരുടെ വലിയൊരു ഒഴുക്കാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തീർത്ഥാടനത്തിന്റെ 10ാം ദിവസമായ ചൊവ്വാഴ്ച മല ചവിട്ടിയത് 89,216 പേരാണ്. കൃത്യമായ നിയന്ത്രണങ്ങളോടെ പമ്പ മുതൽ ഭക്തരെ കടത്തിവിട്ടതിനാൽ തിക്കും തിരക്കുമില്ലാതെ എല്ലാവർക്കും സന്നിധാനത്തെത്തി സുഗമമായി ദർശനം നടത്തുവാനായി. രാവിലെ മുതൽ നടപ്പന്തലിലെ മുഴുവൻ വരികളും നിറഞ്ഞെത്തിയ ഭക്തർക്ക് ഏറെ നേരം കാത്തു നിൽക്കേണ്ടി വന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. നമുക്ക് അഖിൽ TS-ലേക്ക് തന്നെ പോകാം. അഖിൽ സന്നിധാനത്ത് നിന്നും നമ്മളോടൊപ്പം ചേരുകയാണ്. അഖിൽ, ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ ഒരു വലിയ സന്തോഷം പങ്കുവെക്കട്ടെ. അഖിൽ ഞങ്ങളിലേക്ക് എത്തിച്ച ഉരുൾക്കുഴി വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ അത്ര കണ്ട് മനോഹരമായിരുന്നു. എല്ലാവരും തന്നെ മനസ്സുകൊണ്ട് ആ ഒരു തണുപ്പും കുളിർമയൊക്കെ അനുഭവിച്ച സാഹചര്യമായിരുന്നു. അഖിൽ, സന്നിധാനത്തിലേക്ക് എത്തുമ്പോൾ വലിയൊരു തീർത്ഥാടകരുടെ പ്രവാഹം ഇപ്പോൾ സന്നിധാനത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ വളരെ നിയന്ത്രണമായി എല്ലാവരിലേക്കും ദർശനം എത്തിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ ക്രമീകരണങ്ങളും സജ്ജമാണ്, അല്ലേ? സിന്ദൂരി, ഗുഡ് മോർണിംഗ്. സിന്ദൂരി പറഞ്ഞതുപോലെ ഇന്നലെ 89-ന് അവസാനത്തെ ഔദ്യോഗികമായ കണക്ക് ലഭിക്കുമ്പോൾ 95,000-ലധികം ആളുകൾ ഇന്നലെ ശബരിമല സന്നിധാനത്തെത്തി ദർശനം നടത്തി സംതൃപ്തിയോടെ മടങ്ങി. എടുത്തു പറയേണ്ട ഒരു കാര്യമാണത്. കാരണം 95,000-ലധികം ആളുകൾ ശബരിമല സന്നിധാനത്തെത്തിയിട്ടും ആർക്കും യാതൊരുവിധ പരാതികളോ പരിഭവങ്ങളോ ഒന്നുമില്ല. വന്നെത്തിയ എല്ലാ ആളുകൾക്കും സുഖമായ ദർശനം ഉറപ്പായിരുന്നു. ചില സ്ഥലങ്ങളിൽ 1 മണിക്കൂർ 2 മണിക്കൂർ മാത്രം സമയം വരി നിൽക്കേണ്ട സാഹചര്യമുണ്ടായി. അത്തരത്തിൽ പമ്പ മുതൽ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലെ തിരക്കനുസരിച്ച് നിലയ്ക്കലിൽ നിന്ന് വാഹനങ്ങൾ കടത്തിവിടുന്നു. അതനുസരിച്ച് പമ്പയിൽ നിന്ന് മുകളിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നു. അത്തരത്തിൽ വലിയ രീതിയിൽ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ആളുകളെ കടത്തിവിട്ടതിന്റെ ഫലമായി സന്നിധാനത്ത് ഒരു സമയത്ത് പോലും വലിയൊരു തിരക്കുണ്ടായില്ല. വന്നെത്തിയ മുഴുവൻ തീർത്ഥാടകർക്കും സുഖകരമായ ദർശനമായിരുന്നു ഇന്നലെ ഉറപ്പായത്. ഇന്നിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് സോപാനത്തിന് സമീപത്തുള്ള ആളുകൾ വരി നിൽക്കുന്നതാണ്. ഇന്നിപ്പോൾ നിലവിൽ രാവിലെ 8 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം 30,000-ഓളം ആളുകൾ നിലവിൽ ശബരിമല സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞു. എന്നിരുന്നാലും വലിയൊരു തിരക്ക് നമുക്ക് ഇപ്പോഴും ഇവിടെ കാണാൻ പറ്റുന്നില്ല. അത്തരത്തിൽ കൃത്യമായ ഒരു ഏകോപനം പോലീസും സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് ഇവിടെ നടത്തുന്നുണ്ട്. വരി നിൽക്കുന്ന എല്ലാ ആളുകൾക്കും കൃത്യമായി അടിസ്ഥാന സൗകര്യങ്ങളായ വെള്ളം, ബിസ്ക്കറ്റ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ലഭ്യമാവുന്നുണ്ട്. നമുക്ക് വരി നിൽക്കുന്ന ആളുകളുടെ മുഖഭാവങ്ങളിൽ നിന്ന് തന്നെ അറിയാം, ആർക്കും പരാതികളില്ല, പരിഭവങ്ങളില്ല, ഒന്നും തന്നെയില്ല. വന്നെത്തുന്ന എല്ലാ ഭക്തരും, എല്ലാ തീർത്ഥാടകരും സന്തോഷത്തോടെയാണ് ശബരിമലയിൽ നിന്ന് മടങ്ങുന്നത്. ആർക്കും യാതൊരുവിധ പരിഭവങ്ങൾക്കൊന്നും ഇടവരുത്താത്ത രീതിയിലുള്ള സജ്ജീകരണങ്ങൾ നിലവിൽ ശബരിമലയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിൻ്റെ 10ാം ദിവസമാണ്. ഇതുവരെ 9 ലക്ഷത്തിലധികം, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, 9 ലക്ഷത്തിലധികം. മറ്റുള്ള ഒരു സമയത്തും ആദ്യത്തെ 10 ദിവസം പിന്നിടുമ്പോൾ വളരെയധികം ആളുകൾ കുറവായിരിക്കും. 4 ലക്ഷം 5 ലക്ഷം എന്നുള്ള കണക്കിലേക്കായിരിക്കും തീർത്ഥാടകരുടെ എണ്ണം. എന്നാൽ ഇത്തവണ ആദ്യത്തെ 10 ദിവസം പിന്നിടുമ്പോൾ തന്നെ 9 ലക്ഷത്തിലധികം ആളുകൾ ശബരിമലയിൽ തീർത്ഥാടനം പൂർത്തിയാക്കി മടങ്ങി എന്നുള്ളൊരു വസ്തുത കൂടെയുണ്ട്. അത്തരത്തിൽ വരുന്ന എല്ലാ ആളുകൾക്കും സുഗമമായ ദർശനം ഉറപ്പുവരുത്തുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും സന്നിധാനത്ത് സ്വീകരിച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് നിലവിൽ ശബരിമല സന്നിധാനത്തെ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ആർക്കും പരാതികളില്ല, ആർക്കും പരിഭവങ്ങളില്ല. എല്ലാവർക്കും ആവശ്യത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉറപ്പാക്കി കഴിഞ്ഞു. ഇത്തരത്തിൽ വലിയ രീതിയിൽ തീർത്ഥാടകരെല്ലാം വളരെയധികം സന്തോഷത്തോടെ മനം നിറഞ്ഞ് മലയിറങ്ങുന്ന കാഴ്ചയാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. സിന്ദൂരി.